ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം നോമ്പിന്റെ കാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നോമ്പ് കാലം എന്ന് പറയുന്നത് വെറും ഉപവാസത്തിന്റെ മാത്രം കാലമല്ല, അത് ഹൃദയവിശുദ്ധിയുടെയും ആത്മപരിശോധനയുടെയും കാലം കൂടിയാണ്. ദൈവ സാന്നിധ്യത്തിലേക്ക് അടുക്കുന്ന ഒരു പരിശുദ്ധ യാത്രയാണ് ഓരോ നോമ്പ് കാലവും. ഈ നോമ്പ് കാലത്തിൽ അല്പനേരത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയതായ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. മർക്കോസ് 1:40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണിത്. ഈ വേദഭാഗത്തിൽ നമുക്ക് ഒരു കുഷ്ഠരോഗിയെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ രോഗിയായിരുന്നു എന്നത് ശരി തന്നെ, പക്ഷെ അതിനേക്കാൾ വലിയ വേദന എന്ന് പറയുന്നത് അവൻ ഒറ്റപ്പെട്ടവനായിരുന്നു, സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനായിരുന്നു, സ്പർശിക്കപ്പെടാൻ പോലും അർഹതയില്ല എന്ന് കരുതപ്പെട്ടവനായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ അകലത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ സാന്നിധ്യമോ സാമീപ്യമോ ലഭിക്കാത്ത ഒരു മനുഷ്യൻ. എന്നാൽ ഒരു ദിവസം അവൻ ധൈര്യം കണ്ടെത്തി യേശുവിന്റെ അടുക്കലേക്ക് വരുന്നു. യേശുവിന്റെ അടുക്കലേക്ക് വരുന്നതിലൂടെ അവന്റെ ആ ഒരു അകലം മാറുന്നു. അവൻ മുട്ടുകുത്തി പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. ഇത് ഒരു അപേക്ഷ മാത്രമല്ല, ഇത് ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. താഴോട്ടുള്ള വേദഭാഗത്തിലേക്ക് നമുക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു, യേശു മനസ്സലിഞ്ഞു കൈ നീട്ടി അവനെ തൊട്ടു എന്ന്. കുഷ്ഠരോഗിയെ ആരും തൊടാറില്ലായിരുന്നു. അവനെ തൊടുന്നത് നിയമവിരുദ്ധമെന്ന് കരുതിയിരുന്ന ഒരു സമൂഹമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവനെ സമീപിക്കുന്നത് തന്നെ പാപമെന്ന് കണ്ടിരുന്ന ഒരു സമൂഹം. എന്നാൽ യേശു അവനെ തൊടുകയാണ് ചെയ്യുന്നത്. പക്ഷെ യേശു ഭയപ്പെട്ടില്ല. കാരണം പാപം യേശുവിനെ അശുദ്ധനാക്കിയില്ലായിരുന്നു. യേശുവിന്റെ സ്പർശനം നമ്മെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയിലേക്ക് ഉള്ള ഒരു യാത്രയാണ് യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. യേശു പറഞ്ഞു, മനസ്സുണ്ട് ശുദ്ധമാകുക എന്ന്. ആ ഒരു വാക്കിലൂടെ മനസ്സുണ്ട് ശുദ്ധമാകുക എന്ന് പറയുന്നതിലൂടെ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നു. ക്ഷണത്തിൽ തന്നെ അവന്റെ ആ ഒരു കുഷ്ഠരോഗം മാറുകയാണ് ഉണ്ടായത്. അവന്റെ അകലം മാറുന്നു, അവന്റെ ലജ്ജ മാറുന്നു, അവന്റെ ജീവിതത്തിന് തന്നെ ഒരു പ്രത്യാശ ഉണ്ടാകുന്നു, അവന്റെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റമുണ്ടാകുന്നു. ഇന്ന് നാം നോമ്പിന്റെ കാലത്തിൽ ആയിരിക്കുമ്പോൾ നാം നമ്മോട് തന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് നമ്മുടെ ഉള്ളിലെ കുഷ്ഠം? അസൂയയാണോ? അഹങ്കാരമാണോ? ക്ഷമിക്കാത്ത മനസ്സാണോ? ദൈവത്തിൽ നിന്ന് അകന്ന ജീവിതമാണോ? നാം എത്ര കാലം ഇങ്ങനെ അകന്ന് ജീവിക്കും? ഇന്ന് യേശു നമ്മെ നോക്കി പറയുന്നു, നീ അടുത്തു വരൂ, ഞാൻ നിന്നെ ഒന്ന് തൊടാം, നിനക്ക് സൗഖ്യം നൽകാം, നിന്റെ അകൽച്ച മാറ്റാം, നിന്റെ ഒറ്റപ്പെടൽ മാറ്റാം. യേശു സ്പർശിക്കുന്നതിലൂടെ നമുക്ക് ഒരു വിശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നു. നോമ്പെന്ന് പറയുന്നത് വെറും ഉപവാസത്തിന്റെ കാലമാകരുത്, അത് ഹൃദയ പരിവർത്തനത്തിന്റെ കാലമാകണം, അകലം തകർക്കുന്ന കാലമാകണം, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, കരുണ കാണിക്കുവാൻ പറ്റുന്ന ഒരു കാലമാകണം, സ്പർശിക്കപ്പെടുവാൻ സാധിക്കുന്ന ഒരു കാലമാകണം, അപരനെ ചേർത്ത് നിർത്തുവാൻ സാധിക്കുന്ന ഒരു കാലമായി തീരണം. ആ കുഷ്ഠരോഗിയെ പോലെ മുട്ടുകുത്തി നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണമേ. അവൻ അതിന് നമുക്ക് ഉത്തരം നൽകും. മനസ്സുണ്ട് ശുദ്ധമാകുക എന്ന് തന്നെ. ഈ വചനത്തിൽ കണ്ട കുഷ്ഠരോഗിയെ പോലെ പാപത്തിന്റെ മലിനതയിൽ നിന്നും ശുദ്ധിയുടെ പുതുമയിലേക്ക്
അകലത്തിന്റെ ഇരുട്ടിൽ നിന്നും ദൈവത്തിന്റെ സ്പർശനത്തിലേക്ക്, നിരാകരണത്തിന്റെ വേദനയിൽ നിന്നും ദൈവ സാന്നിധ്യത്തിന്റെ ആനന്ദത്തിലേക്ക് നമുക്കും യാത്ര ചെയ്യാം. അപരനെ ചേർത്ത് നിർത്തിക്കൊണ്ട്, രോഗാവസ്ഥയിൽ താങ്ങായിക്കൊണ്ട് നമുക്ക് ക്രിസ്തുവും ആയുള്ള അടുത്ത ബന്ധത്തിലേക്ക് ചേക്കേറാം. ഈ നോമ്പ് കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുത നിമിഷമാകട്ടെ, അകലം അവസാനിക്കുന്ന നിമിഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.